ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിലൂടെ നമ്മൾ അഡീഷൻ തിയറം നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ആൻ ഏസ് ഓർ ക്ലബ് ഫ്രം എ നോർമൽ ഡെക്ക് ഓഫ് കാർഡ്സ്. അപ്പോൾ കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസിൻ്റെ കേസിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആദ്യം അത് കാണുക. അപ്പോൾ അതിൽ മുഴുവനായിട്ടും ഒരു കാർഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് അഡീഷൻ തിയറം നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസിൻ്റെ കേസിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഇപ്പോൾ അഡീഷൻ തിയറം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ, അല്ലേ? പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ദ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി, അല്ലേ? പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. പി ഓഫ് എയും പി ഓഫ് ബിയും കൂട്ടിയതാണ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസിൻ്റെ കേസിൽ ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഈ സമ്മിൽ നിന്നും നമ്മൾ പ്രോബബിലിറ്റി ഫോർ ബോത്ത് ടു ഹാപ്പൺ, എയും ബിയും ഒരുമിച്ച് സംഭവിക്കാനുള്ള സാധ്യതയെ മൈനസ് ചെയ്താൽ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസിൻ്റെ ഇക്വേഷൻ നമ്മൾക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു, ആദ്യം എന്ത് കാണണം? സം ഓഫ് ദെയർ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് എന്ത് മൈനസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? പ്രോബബിലിറ്റി ഫോർ ബോത്ത് ടു ഹാപ്പൺ, രണ്ടും ഹാപ്പൺ ചെയ്യാനുള്ള സാധ്യത മൈനസ് ചെയ്യണം. അതായത് പി ഓഫ് എ ആൻഡ് ബി. ഈ പി ഓഫ് എ ആൻഡ് ബി എന്നത് നമുക്ക് ടെക്നിക്കലി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ടെക്നിക്കൽ ടേംസിൽ നമ്മൾ ഈ ഇക്വേഷന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് ഇവൻറ്റ്സ് തന്നു, എ ആൻഡ് ബി എന്ന് പറയുന്ന ഇവൻറ്റ്സ് തന്നു. അത് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണെന്ന് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഈ പറയുന്ന രണ്ട് ഇവൻറ്റ്സിലും കോമൺ ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ, കോമൺ ആയിട്ടൊരു കാര്യം നടക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ വെച്ച് അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ആൻ ഏസ് ഓർ എ ക്ലബ് ഫ്രം എ നോർമൽ ഡെക്ക് ഓഫ് കാർഡ്സ്. നമുക്കറിയാം ഒരു നോർമൽ ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറയുന്നത് 52 കാർഡ്സ് ആണ്. ആ 52 കാർഡ്സിൽ നിന്നും ഒരു ഏസോ അല്ലെങ്കിൽ ഒരു ക്ലബ്ബോ കിട്ടാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. ഏസ് ഓർ ക്ലബ്ബ് കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ 52 കാർഡ്സിൽ ടോട്ടൽ ഏസ് കാർഡ്സ് മാത്രം എത്രയാണോ ഉള്ളത്? 4 എണ്ണമാണ്. ഹാർട്ട് ഉണ്ട്, സ്പെയ്ഡ് ഉണ്ട്, ക്ലബ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഏസ് കാർഡ്സ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഡ്രോയിങ് ആൻ ഏസ്, ഒരു ഏസ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 52 കാർഡിൽ നിന്നും ഒരു ഏസ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 4/52 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഏസ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ, ഇവൻറ്റ് എ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത് 4/52. ഇനി നമ്മൾ കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ക്ലബ് കാർഡ്. 52 കാർഡിൽ നിന്നും ഒരു ക്ലബ്ബ് കാർഡ് കിട്ടാനുള്ള സാധ്യതയാണ് ഇനി കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം സ്പെയ്ഡ് കാർഡിൽ 13 കാർഡുകളുണ്ട്. ഹാർട്ടിലാണെങ്കിലും 13, ഡയമണ്ടിലും 13 എണ്ണം ഉണ്ട്, ക്ലബിലും 13 എണ്ണം ഉണ്ട്. ക്ലബ്ബ് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ക്ലബ്ബ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ 13 ക്ലബ്സ് കാർഡാണ് ഉള്ളത്. അപ്പോൾ 13/52 ആയിരിക്കും. നമുക്കിത് ഇവൻറ്റ് ബി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് പി ഓഫ് ബി എന്ന് പറയുന്നത് 13/52 ആയിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പി ഓഫ് എയും കിട്ടി, പി ഓഫ് ബിയും കിട്ടി. ഈ പി ഓഫ് എയിലും പി ഓഫ് ബിയിലും കോമൺ ആയിട്ട് ഏതെങ്കിലും ഇവൻറ്റ് സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ടോട്ടൽ ക്ലബ്സ് കാർഡ് 13 എണ്ണത്തിൽ ഒരു കാർഡ് എന്ന് പറയുന്നത് ഏസ് കാർഡാണ്. നമ്മൾ ഈ ഇവൻറ്റ് എ, പ്രോബബിലിറ്റി ഓഫ് ഒക്കോറിങ് ആൻഡ് ഏസ് കാർഡ് പരിഗണിക്കുമ്പോൾ ആ ഏസിൽ ഒരു കാർഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്ലബിൻ്റെ ഏസ് ആയിരുന്നു.
ഇനി ഇവിടെ നമ്മൾ ഈ 13 ക്ലബ്ബ് കാർഡ് പരിഗണിക്കുമ്പോൾ ഇതിലൊരു കാർഡ് എന്താണ്? ഒരു ക്ലബ്ബ് കാർഡ് എന്ന് പറയുന്നത് എയ്സ് ആണ്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എയിലും ഒരു എയ്സ് ക്ലബ്ബ് പരിഗണിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്ന ഈ ഒരു ക്ലബിൻ്റെ ഇവൻറ്റിലും നമ്മളൊരു എയ്സ് കാർഡ് പരിഗണിക്കും. അപ്പോൾ അവിടെയും 2 ഇവൻറ്റിലും എന്ത് സംഭവിക്കുന്നുണ്ട്? എ എന്ന് പറയുന്ന ഇവൻറ്റിലും ബി എന്ന് പറയുന്ന ഇവൻറ്റിലും കോമൺ ആയിട്ടൊരു ഇവൻറ്റ് നടന്നിട്ടുണ്ട്. അതിനെ നമുക്ക് പി ഓഫ് എ ആൻഡ് ബി, അല്ലെങ്കിൽ ടെക്നിക്കൽ ടേമിൽ പറഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയാം. അപ്പോൾ 52 കാർഡിൽ ഒരു കോമൺ ഇവൻറ്റ് നടക്കാനുള്ള സാധ്യത എത്രയാണ്? 1/52 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. പി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ഇവൻറ്റ് ഓഫ് എയ്സ് ഒക്കറിങ് അല്ലേ, ദാറ്റ് ഈസ് 4/52. ദെൻ പി ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? ഇവൻറ്റ് ഓഫ് ക്ലബ് ഒക്കറിങ്, ദാറ്റ് ഈസ് 13/52 ആണ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് ഇവൻറ്റ്സ് ടു ഹാപ്പൺ 1/52 ആണ്. അങ്ങനെയാണെങ്കിൽ അഡീഷൻ തിയറം നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സിൻ്റെ കേസിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. 4/52 പ്ലസ് 13/52 മൈനസ് 1/52. എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം മൈനസ് ചെയ്താൽ മതി. 4 + 13 എന്ന് പറയുന്നത് 17, 17 - 1 എന്ന് പറയുന്നത് 16. അപ്പോൾ 16 / 52 എന്ന് ആൻസർ വരും.